മച്ചാനെ വൈകിട്ടൊരു 5000 മറിക്കണം. 5000 അല്ലേ? സെറ്റാക്കാം. അച്ഛൻ വിളിക്കുന്നു. അച്ഛൻ ഹലോ ഹലോ, ഒന്ന് വീട്ടിലോട്ട് വന്നേടാ മോനെ. വന്നു അച്ഛാ. പറയച്ചാ. ലല്ലൂട്ടാ, നിന്റെ വണ്ടി, നിന്റെ സ്വാതന്ത്ര്യം, അച്ഛന്റെ സമ്മാനം. ഓ എന്റെ കാലു വരാതെ എന്റെ ലല്ലൂട്ടൻ ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തേ, അച്ഛനൊന്ന് കാണട്ടെ. അച്ഛാ, ഞാൻ എന്റെ കൂട്ടുകാരെടുത്ത് പോയിട്ട് വരാം. ലല്ലൂട്ടാ ലല്ലൂട്ടാ, എന്താ അച്ഛാ? എനിക്ക് ആ കൃഷ്ണൻകുട്ടിയുടെ വീട് വരെ ഒന്ന് പോണം. നമ്മളെ പുതിയ വണ്ടി എടുത്തില്ലേ, ഒത്തിരി നാളായി അവനെ കണ്ടിട്ട്. പിന്നെന്താ, വാ കേറ്. അളിയല്ലല്ലോ, അടുത്ത ആഴ്ച മസനഗുഡി വഴി ഊട്ടിയിലേക്കൊരു ബുള്ളറ്റ് ട്രിപ്പ്. അതിന് ബുള്ളറ്റ് വേണ്ട അളിയാ. നിന്റെ വണ്ടിയില്ലേ അത് ഈ പഞ്ചായത്തിൽ മാത്രം കിടന്ന് ഓടുന്ന വണ്ടിയാ. എവിടെയെങ്കിലും പോവാ ഇറങ്ങുമ്പോ അപ്പ മൂപ്പിലാ മതി. ലല്ലു മോനെ, വണ്ടി ഒന്ന് എടുത്തേ, അച്ഛനാ കരയോഗം വരെ ഒന്ന് പോണം. വണ്ടി ഒന്ന് എടുത്തേ, അമ്പലത്തിൽ വരെ ഒന്ന് പോണം. അച്ഛനാ റേഷൻ കട വരെ ഒന്ന് പോണം. രമയുടെ മോടെ കല്യാണത്തിന് പോണം. എടാ മണവണാഞ്ച, അച്ഛൻ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോ നൈസായിട്ട് ഇങ്ങനെ ഇറങ്ങണം. നടന്നത് തന്നെ. ലല്ലൂട്ടാ, അച്ഛനാ കൃഷിഭവന് വരെ ഒന്ന് പോണമല്ലോ. അത് പിന്നെ അച്ഛാ, ഞാൻ പ്രിൻസിന്റെ കൂടെ സിറ്റി വരെ ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രിൻസിന് സിറ്റി പോകാൻ വേണ്ടിയിട്ടൊന്നുമല്ല അച്ഛൻ ഈ ബുള്ളറ്റ് വാങ്ങിച്ചു വെച്ചേക്കുന്നത്. എനിക്കൊന്ന് കൃഷിഭവനിൽ പോണം. ഞാൻ ഒരുങ്ങിട്ട് വരുന്നു ഇവിടേക്ക്. അച്ഛാ, എന്തോ അച്ഛന്? അളിയ, അടുത്ത ആഴ്ച നമ്മുടെ മസനഗുഡി ട്രിപ്പ്. നിന്റെ വണ്ടി എടുത്തോണം. എന്റെ വണ്ടി പ്രതീക്ഷിക്കണം. പിന്നെ വേറെ വല്ല വണ്ടി എടുക്കണം. എന്നാ നീ വരണ്ട. അല്ലല്ലോ, ഒരു സത്യം പറയാലോ, ഈ കോഴിക്കോട്ടിൽപ്പെട്ട കഴികുഞ്ഞിന്റെ അവസ്ഥ പോലെയാണ് നിന്റെ കാര്യം. ഞാൻ എടുത്തോണ്ട് വരാം. ലല്ലൂട്ട് എവിടെ പോവാ? നിക്ക്, അച്ഛനൊന്ന് കട വരെ പോണം. അച്ഛൻ കുളിച്ചിട്ട് പെട്ടെന്ന് വരാം. മൂപ്പിന്നെ ഒരു വണ്ടി മേടിച്ചു തന്നിട്ട് തന്റെ സൗകര്യത്തിനാണോ എല്ലാം ചെയ്യുന്നത്? എനിക്ക് അങ്ങോട്ടെങ്കിലും ഒന്ന് പോകാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല. നടക്കുന്നത് എന്റെ വണ്ടി ഇല്ലാതെ ഈ ലല്ലു ഒറ്റയ്ക്ക് ജീവിച്ചു കാണിക്കാൻ തന്നെ. അളിയല്ലല്ലോ, നമ്മുടെ ഊട്ടി ട്രിപ്പിന് നീ 10000 രൂപ സെറ്റ് ആക്കണം. എന്റെ കയ്യിൽ ഇനി നയാ പൈസ ഇല്ല. നിങ്ങളൊക്കെ കൂടി വേണം ഇനി എന്റെ കാര്യം നോക്കാൻ. അതെ അളിയ, ഓസിന് മൂഞ്ചിയത് മതി, ഞങ്ങൾക്കും വേണം. താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ തിരക്കിലാണ്. ഉയരത്തിൽ പറഞ്ഞപ്പോ ലല്ലു ഒറ്റയ്ക്കായി. ഒരു ചെടിയാവുമ്പോ അതിനകത്ത് കീടങ്ങളും പ്രാണികളും ഒക്കെ ഉണ്ടാവും. നമ്മൾ അതിന് വേണ്ട മരുന്ന് അങ്ങ് അടിച്ചു കൊടുത്താൽ മതി, അതങ്ങ് പോവും. അതേപോലെ നമ്മുടെ ജീവിതവും. നീ എന്തായാലും അകത്ത് പോയി കുളിച്ച് റെഡിയായിട്ട് കിടന്നൊന്ന് ഉറങ്ങും, എല്ലാം ശരിയാവും കേട്ടോ.